അപ്പം ഫ്രണ്ട്സ്, ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് 32 ഇന്ന് എയറായിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈൽഡ് കാർഡ്സ് പണിയുമായിട്ട് എത്തിയിട്ടുണ്ട്. അതായത് പണിപ്പുര ടാസ്കിൽ ഇന്ന് അവർക്ക് വിജയകരമായി കയറാൻ പറ്റുകയും അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുകയും ചെയ്തു. പക്ഷേ വലിയ പണി പ്രതീക്ഷിച്ച ഹൗസ് മേറ്റ്സ് ആയിക്കോട്ടെ ചെറിയ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത്. അതായത് നവിനും അനുമോളും ഇന്ന് ആംഗ്യ ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പാടൂ. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗസിലുള്ള 90% കണ്ടൻറ്റും അനിമോളാണ് ഉണ്ടാക്കുന്നത്. അനിമോളെ ചുറ്റിപ്പറ്റിയാണ് പല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അനിമോൾ പറയുന്ന അക്യൂസിഷൻസ്, അനിമോൾ ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സി, അനിമോളുടെ അഭിനയം, അല്ലെങ്കിൽ അനിമോളുടെ ബാക്കിലാണ് ഒട്ടുമിക്ക ആൾക്കാരെല്ലാവരും. ഒരു ടീം അനിമോളിന് തിരിഞ്ഞിട്ടാണ്, അനിമോളിനെതിരെയാണ്. കുറച്ച് പേർ അനിമോൾക്ക് അനുകൂലിക്കുന്നതുണ്ടായിരുന്നു. ശൈത്യ, ആതിര, നൂറ, അങ്ങനെ വളരെ കുറച്ച് പേര്. അതുപോലെ വൈൽഡ് കാർഡായിട്ട് വന്നിരിക്കുന്ന ജിഷിൻ, അങ്ങനെ മസ്താനി, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ. പക്ഷേ അവരൊക്കെ മെല്ലെ മെല്ലെ അനിമോളുടെ സൈഡിൽ നിന്നും തിരിയുകയാണ്. അതായത് അനിമോളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പണി കിട്ടുമെന്ന് അവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ ഇപ്പം തന്നെ ടീം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആപ്പാനി ഇന്ന് കുറേ നേരം അനിമോളെ ചൊറിയാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നീ അഭിനയ സിംഹമാണ്, കുരങ്ങ് എന്നൊക്കെ വിളിച്ച് കുറേ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കി. ആപ്പാനി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അനിമോളുടെ മാസ്ക് വലിച്ചൂരിയതിന് ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങൂ എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അതുപോലെ ഇന്നലത്തെ ടാസ്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കുന്ന കിരീടയുദ്ധം ടാസ്ക് ഇന്ന് വീണ്ടും റെസ്യൂം ചെയ്തു. അതായത് തൊപ്പി പിടിച്ചു പറിച്ചെടുത്ത് അവിടെ കൊണ്ടുപോയി തൂക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ്. ഒരുവിധം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫിസിക്കലാവാൻ സാധ്യതയുള്ള, ഫിസിക്കലായിട്ടുള്ള പല സന്ദർഭങ്ങളിലും വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു ടാസ്ക്കായിരുന്നു. ജിസൽ ഇന്ന് ശരിക്കും അതിൽ നിന്ന് ഒരു ഇഞ്ചറി പറ്റുകയും ഹേർട്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു. രേണു സുധിയൊക്കെ ബുദ്ധിപരമായിട്ട് മാറി നിന്നു. കാരണം ഇന്നലെ ആരും പറയണ്ടായിരുന്നു, രേണു ചേച്ചി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സുധിച്ചേട്ടൻ്റെ അടുത്ത് എത്തുന്ന ഒരു അവിഞ്ഞ തമാശ, ബുദ്ധിയില്ലാത്ത തരത്തിലുള്ള സംഭാഷണം ആയിട്ട് ആര്യം പറയണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ജിസൽ ആ ടാസ്കിൽ നിന്ന് ഔട്ടായി. അതുപോലെ തന്നെ ഇന്ന് പുതിയൊരു കോൺട്രവേഴ്സി പുറപ്പെടുന്നത് കണ്ടു. ചിലപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം നമുക്കിനി പിന്നീട് ഇനിയിപ്പം വരുന്ന എപ്പിസോഡ്സിൽ കാണാൻ സാധ്യതയുണ്ട്. അതായത് ബിന്നി ആൻഡ് റെന തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ വാക്ക് തർക്കം. അതിൻ്റെ ഇടയിൽ റെന പറയണ്ടായിരുന്നു, നിൻ്റെ പല്ലിടിച്ച് ഞാൻ തെറിപ്പിക്കുന്നു. റെന പറയണ്ടായിരുന്നു, ബിന്നി പറയണ്ടായിരുന്നു, എന്നാൽ നീ വന്നിട്ട് ഇടിച്ച് തെറിപ്പിക്കുന്നു. നല്ല ഉത്തരം ഉരുളക്കുപ്പേരി പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് നോക്കാം ഇതിനെ ചുറ്റിപ്പറ്റി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. അതുപോലെ ആര്യനൊക്കെ ഇന്ന് വൻ സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ജിസലൊക്കെ ആയിട്ട് ചേർന്ന്. പക്ഷേ ആര്യൻ അതിനുള്ള ബുദ്ധിയില്ല. ഒരു സ്റ്റാർ മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു ടോപ്പ് സ്റ്റാറായി ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാനുള്ള ബുദ്ധിയും കഴിവും ആര്യനില്ല. അവിടെ ഇരുന്ന് എന്തോ കാണിക്കുന്ന കാര്യം എന്തോ വലിയ സംഭവമാണെന്നാണ് ആര്യം വിചാരിക്കുന്നത്. അതിൻ്റെ അഹങ്കാരം മൂത്തിട്ടാണ് ലാലേട്ടൻ്റെ അടുത്ത് പോലും ഊള ഡയലോഗ് ഇറക്കാൻ ആര്യന് ധൈര്യം കിട്ടിയത്. അത് ബുദ്ധിയില്ലായ്മയുടെ ഒരു എന്താ പറയുക, ബുദ്ധിയില്ലായ്മ കാരണമാണ് അങ്ങനെ ഒരു ചോദ്യം ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്. അതിനുള്ള പണി എന്തായാലും അവനൊക്കെ കിട്ടേണ്ടത് തന്നെയാണ്. അത് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആര്യൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഹൗസ് മേറ്റ്സുമായിട്ട് പറയണ്ടായിരുന്നു. അതായത് കണ്ടൻറ്റ് മുഴുവൻ അനിമോളെ ചുറ്റിപ്പറ്റിയാണ്, അത് നമ്മൾ മാറ്റിയെടുക്കണം. അത് നമ്മൾ നമ്മുടേതായ ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്ത് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യണം. അനിമോളുടെ കയ്യിൽ നിന്ന് ക്യാമറകൾ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇവരെ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നല്ല ഏത് ലെവലിലും പോയിട്ട് ഗെയിംസ് ഇറക്കാൻ അനിമോളിന് പറ്റും. എന്നെങ്കിൽ അത്രയും തരം താഴണം, അല്ലെങ്കിൽ അതുമാതിരിയുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് രണ്ടും ഇവരെ കൊണ്ടൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇന്ന് ബിന്നിയാണ് തോന്നുന്നു, എൻ്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ ബിന്നി വന്നിട്ട് എന്താ പറയുന്നുണ്ടായിരുന്നു, അനിമോളും ജിസലും ജയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് അത് പറയുന്നുണ്ടായിരുന്നു. അതായത് നീ ആര്യനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കി ഫ്ലേട്ടിങ് ചെയ്യുന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അതിനൊന്നും പ്രത്യേകിച്ച് ഉത്തരം കൊടുക്കാനൊന്നും അനിമോൾക്ക് വയ്യ. പക്ഷേ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതൊക്കെ ശരിയായിരുന്നു എന്ന്. നമ്മളാണെങ്കിലും തുടക്കത്തിലുള്ള കുറച്ച് എപ്പിസോഡ്സൊക്കെ കാണുന്ന സമയത്ത് നമുക്കും അത് തോന്നിയിട്ടുള്ളതാണ്. അത് എവിഡൻ്റ് ആയിട്ട് എപ്പിസോഡ്സിലൊക്കെ കാണിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് അനിമോൾ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആര്യനുമായിട്ടൊന്ന് സെറ്റ് ആവാനും ലവ് ട്രാക്ക് പിടിച്ച് കുറച്ച് ഒരു 10-35 എപ്പിസോഡ് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കഥ പറയുന്ന ടാസ്ക് വളരെ നന്നായിരുന്നു. അതിൽ എസ്പെഷ്യലി ലക്ഷ്മി പറഞ്ഞ എന്താ പറയുക, സ്വന്തം സ്റ്റോറി വളരെ ടച്ചിങ്ങും ഭയങ്കര വിഷമം
വിഷമിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്തായാലും കേൾക്കാൻ താല്പര്യമുണ്ട്. ഓരോ ആൾക്കാരും ഇത്രയും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോയിരിക്കുന്ന പല ആൾക്കാരെയും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കില്ല. അപ്പോൾ ലക്ഷ്മി ഐ ഫീൽ ലൈക്ക് ഷീസ് എ ഗുഡ് കണ്ടസ്റ്റൻറ്റ്. കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലാരിറ്റി ഉണ്ട്. അനാവശ്യമായിട്ട് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ആദ്യത്തെ ഒരു ദിവസം തീരെ ആറ്റിറ്റ്യൂഡൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. ബട്ട് വളരെ ക്ലീൻ പേഴ്സണായിട്ട് തോന്നുന്നു. നമുക്കറിയില്ല, വരും ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മാറ്റി പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് നടന്ന പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം. അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.